വെൽക്കം ബാക്ക് ടു കിച്ചൺ ഡയറീസ്. ഇന്നത്തെ റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ടുള്ള കോട്ടയം സ്റ്റൈൽ മീൻ കറിയാണ്. ദശക്കട്ടിയുള്ള ഏത് മീൻ ഉപയോഗിച്ചും നമുക്ക് ഈ രീതിയിൽ കറി ഉണ്ടാക്കാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ കറി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിനു വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് അയലപ്പാരയാണ്. ഇവിടെ ഞാൻ ഇതിൻ്റെ സ്കിന്നെല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം നന്നായി കട്ട് ചെയ്ത് വാഷ് ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇതിനകത്തേക്ക് ചെറിയുള്ളിയോ സവാളയോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. ഇവിടെ ഞാൻ 2 തുടം വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞതും ഒരു വലിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നീട് 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടിയും 4 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. 4 കഷ്ണം കുടംപുളി ഇവിടെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കി തുടങ്ങാം. അതിനുവേണ്ടി ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിനകത്തേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ ചേർത്തതിന് ശേഷം ചട്ടി ഈ രീതിയിലൊന്ന് ചുറ്റിച്ചെടുക്കുക. ചട്ടിയുടെ സൈഡിലെല്ലാം പുക കയറുന്നത് തടയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒന്ന് ചുറ്റിച്ചെടുക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ഇതിനകത്തേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക. ഉലുവ ഒന്ന് പൊട്ടിയതിന് ശേഷം ഇതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. പിന്നീട് ഇഞ്ചിയുടെ കഷ്ണങ്ങൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇവയൊന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ചെറിയുള്ളിയോ സവാളയോ ഒന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ ഇത് 2 ദിവസം നമ്മൾക്ക് കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റുന്നതാണ്. പിന്നെ സാധാരണ മീൻ കറി ഉണ്ടാക്കുന്നതിലും അല്പം കൂടുതലായി തന്നെ വെളിച്ചെണ്ണ കോട്ടയം സ്റ്റൈൽ മീൻ കറിയിൽ ചേർക്കാറുണ്ട്. കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ മുകൾ ഭാഗത്ത് എണ്ണ നല്ലവണ്ണം തെളിഞ്ഞ് നിൽക്കുന്ന രീതിയിലായിരിക്കും കോട്ടയം മീൻ കറി. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയും എല്ലാം നന്നായി വഴന്ന് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള മസാലകൾ ഒന്നൊന്നായി ചേർത്ത് കൊടുക്കാവുന്നതാണ്. മസാലകൾ ചേർക്കുന്നതിന് മുൻപായി തീ ഒരു ലോ ഫ്ലെയിമിലേക്ക് മാറ്റേണ്ടതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് തീ ഓഫ് ചെയ്തിട്ടിട്ട് മസാലകൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ ഞാൻ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം ഇതിനകത്തേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് ഇങ്ങനെ വെള്ളത്തിൽ ചാലിച്ചതിന് ശേഷം ചേർത്ത് കൊടുത്താൽ നമ്മുടെ ഗ്രേവിക്ക് കുറച്ച് കൂടുതൽ തിക്നെസ് കിട്ടുന്നതാണ്. പിന്നെ ആദ്യമായെല്ലാം കറി ഉണ്ടാക്കുന്നവരാവുമ്പോൾ ചൂടായി നിൽക്കുന്ന ചട്ടിയിലേക്ക് നേരിട്ട് മുളക് പൊടി ചേർക്കുമ്പോൾ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ രീതിയിൽ ചെയ്തെടുക്കുക. ഇത് നന്നായി വഴറ്റിയെടുക്കണം. സമയമെടുത്തുകൊണ്ട് തന്നെ മുളക് നിറം മാറുന്നത് വരെ നമ്മളിങ്ങനെ വഴറ്റിയെടുക്കേണ്ടതാണ്. ഇപ്പോൾ മുളകെല്ലാം നന്നായി നിറം മാറി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിനകത്തേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളം ചേർത്തതിന് ശേഷം ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ഫ്ലെയിം ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റുക. പിന്നെ നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിരിക്കുന്ന കുടംപുളി ഈ സമയത്ത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അതിനകത്തും നമ്മൾ വെള്ളം ചേർത്തിരുന്നു. എല്ലാം കൂടി പിന്നെ 2 കപ്പ് അളവിലാണ് ഈ സമയത്ത് വെള്ളം ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇത് കവർ ചെയ്ത് ഒന്ന് തിളയ്ക്കാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കറി ഇവിടെ നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മീനിൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക. മീനിൻ്റെ കഷ്ണങ്ങൾ ചേർത്തതിന് ശേഷം ഇത് നമുക്ക് അടച്ചു വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒരു 10 മിനിറ്റ് സമയത്തോളം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ മീനെല്ലാം നന്നായി തിളച്ച് ചാറെല്ലാം ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. പിന്നീട് ഇതൊന്ന് ചുറ്റിച്ചെടുക്കുക. കാരണം കറിയിൽ മീൻ കഷ്ണങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ തവയിട്ട് ഇളക്കുന്നതിന് പകരം ചട്ടി ഈ രീതിയിൽ ചുറ്റിച്ചെടുക്കുക. ആ സമയത്ത് നമ്മുടെ മീൻ കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോകാതെ തന്നെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്നുകൂടെ ഒന്ന് കുറുക്കിയെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് എൻ്റെ കറി ഇരിക്കുന്നത്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ